സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ ബസ് യാത്രാ പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കിയ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം. ഈ വിഷയത്തിൽ മഹിളാ മോർച്ച തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആദ്യം കാണാം. വീണയിലേക്കാണ്. വീണ, അന്ന് ഈ വിഷയം, അതായത് ഇത്തരത്തിൽ സൗജന്യ യാത്ര എന്നൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചു വെച്ചു UDF. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ പിന്നീട് കൈമലർത്തുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ അന്നും പ്രതിഷേധവുമായി എത്തിയത് മഹിളാ മോർച്ചയാണ്. മഹിളാ മോർച്ചയുടെ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം അലയടിച്ചപ്പോൾ അവർ ഒരു തീയതി പ്രഖ്യാപിച്ചു, 15-ാം തീയതി. ഇന്ന് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. പല ഇടങ്ങളിലും കല്ലുകടിയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഈ പദ്ധതി ഒതുക്കിയത് അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ഇന്ന് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിട്ടുണ്ടോ വീണ? പ്രതിഷേധ മാർച്ച് അല്പസമയങ്ങൾക്കകം ഇവിടെ നിന്ന് ആരംഭിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ UDF സർക്കാരിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൽകിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിലൊന്ന് സംസ്ഥാനത്തെ വനിതകൾക്ക് മുഴുവനായി KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുമെന്നായിരുന്നു. അന്ന് ആ പ്രഖ്യാപനം കഴിഞ്ഞ് സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ ആദ്യം തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി BJPയുടെ മഹിളാ മോർച്ച അംഗങ്ങൾ തന്നെയാണ് ആ പ്രതിഷേധവുമായി എത്തിയത്. അതിന് പിന്നാലെ ആ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ എടുത്ത കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ആ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. പരീക്ഷണ ദിവസം, അതായത് പരീക്ഷണമായിട്ട് 100 ദിവസമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പക്ഷേ അതിൽ കടുത്ത വിവേചനമുണ്ട്, അതുപോലെ തന്നെ കള്ളത്തരങ്ങളുണ്ട്, വഞ്ചനയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാർച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഈ ഒരു മാർച്ചിന്റെ ഭാഗമാകുന്നത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഈ ഒരു സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കുന്നത്. മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യുവാനുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. സർക്കാർ ഇത്തരത്തിൽ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന, കണ്ണിൽ പൊടിയിടുവാനുള്ളൊരു നടപടി തന്നെയാണ് നടത്തിയിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാക്കുപാലിക്കാത്ത സർക്കാർ, വഞ്ചനാപരമായി നിലപാട് തുടരുന്ന സർക്കാർ, ആ സർക്കാരിനെതിരെ ശക്തമായുള്ളൊരു പ്രതിഷേധം തന്നെയാണ്. തിരുവനന്തപുരം തമ്പാനൂരിലേക്കാണ്, തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലേക്കാണ് മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരവധി വനിതകൾ പങ്കെടുക്കുന്ന മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് ഈ ഒരു മാർച്ചിലേക്ക് പങ്കാളികളാകുന്നത്. രാഖി, അതിശക്തമായ പ്രതിഷേധം തലസ്ഥാനത്ത് അലയടിക്കുന്നു എന്നുള്ളതാണ്. തമ്പാനൂരിലേക്കാണ് പ്രതിഷേധ മാർച്ച്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, അത് ആദ്യം പറഞ്ഞത് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര എന്നൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീടത് ഓർഡിനറി ബസ്സിൽ മാത്രമായി ചുരുക്കുന്ന സാഹചര്യം. അതിനെതിരെയാണ് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പിടിക്കണ്ട എന്റെ ബാലൻസ് പോകും. What the
സംസ്ഥാനത്ത് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം അതിശക്തമായ പ്രതിഷേധത്തിന് BJP തിരികൊളുത്തിയിരിക്കുന്നു. തലസ്ഥാനത്തും കോഴിക്കോടും തൃശൂരും ഒക്കെ തന്നെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര വേണമെന്ന ആവശ്യം ആണ് ഉയരുന്നത്. BJP അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും KSRTC ബസ്സിൽ സൗജന്യ യാത്ര മുഴുവൻ ബസ്സിലും അനുവദിക്കാത്തതിൽ പ്രതിഷേധം കോഴിക്കോടും ഉണ്ട് എന്നുള്ളതാണ്. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധിക്കുന്നത്. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ കൂടി ചേർന്നു. അനഘ, ഈ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് KSRTC സ്റ്റാൻഡിലേക്ക് മാർച്ചടക്കം അതിശക്തമായ പ്രതിഷേധം കോഴിക്കോടും അലയടിക്കുന്നുണ്ട്. നമുക്കറിയാം, അന്ന് ഇവർ ഇത്തരത്തിൽ സൗജന്യ യാത്ര നൽകുമെന്ന പ്രഖ്യാപനത്തിൽ ഒതുക്കി മിണ്ടാതെ ഇരുന്നപ്പോൾ മഹിളാ മോർച്ചയാണ് അതിശക്തമായ പ്രതിഷേധവുമായി ബസ്സുകളിൽ കയറി കണ്ടക്ടർമാരോട് ചോദിച്ചു, സൗജന്യ യാത്ര ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, സൗകര്യമില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അന്നാണ് നമ്മുടെ സർക്കാർ ഒന്ന് വായ തുറന്നത്. 15-ാം തീയതി എന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയത്. ഇന്നത്തെ 15-ാം തീയതി ഉദ്ഘാടനവും നടത്തി. പലയിടങ്ങളിലും ടിക്കറ്റ് നൽകുന്നു, കാശ് മേടിക്കുന്നുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള കല്ലുകടിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഓർഡിനറി ബസ്സിൽ മാത്രമായി ചുരുക്കിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോൾ കോഴിക്കോടും അതിശക്തമായ പ്രതിഷേധം എന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്, അനഘ? വരുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോഴിക്കോട് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കോഴിക്കോട് KSRTC സ്റ്റാൻഡിലേക്കാണ് ഈ പ്രതിഷേധം നടക്കുക. ഇപ്പോൾ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ ഈ കോഴിക്കോട് KSRTC സ്റ്റാൻഡിന്റെ പരിസരത്തേക്ക് എത്തുന്നുണ്ട്. പോലീസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന ബസ് തടയും എന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDF സർക്കാർ ഇവിടെയുള്ള വനിതകളെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. എല്ലാ ബസ്സിനും സൗജന്യം, അതായത് കേരളത്തിലുള്ള എല്ലാ ബസ്സിനും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇവർ വലിയ രീതിയിലുള്ള ചർച്ചയാക്കിയത്. അത് പറഞ്ഞാണ് സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുത്തത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവർ പറയുന്നത് മാത്രമാണ് ഈ സൗജന്യ യാത്ര നടപ്പിലാക്കുക എന്നാണ് പറയുന്നത്. മാത്രമല്ല പല ബസ്സുകളും ഇന്നലെ വരെ ഓർഡിനറി ബസ്സായി ഓടിക്കൊണ്ടിരുന്ന പല KSRTC ബസ്സുകളുടെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുകൂടി വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വലിയ പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മാത്രമല്ല കേരളത്തിലുടനീളം വലിയ പ്രതിഷേധം കോഴിക്കോട് മാത്രമല്ല തൃശൂർ, തിരുവനന്തപുരം, പാലക്കാട്, മറ്റ് ജില്ലകളിലൊക്കെ തന്നെ അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്കിനി തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ നിന്ന് സാനു കൂടി ചേരുന്നു. സാനു, അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ BJP ഉന്നയിക്കുന്നുണ്ട്. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലൊക്കെ അതിശക്തമായ പ്രതിഷേധം. എന്താണ് തൃശ്ശൂരിലെ സ്ഥിതി? മാർച്ച് നടത്തിയിട്ടുള്ളത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ മാർച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യും. അത് മാത്രമല്ല, ഇന്ന് ഈ സൗജന്യ യാത്ര തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം ആദ്യ ബസ്സിൽ സഞ്ചരിച്ചവർക്ക് പണം നൽകി യാത്ര ചെയ്യേണ്ട വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് പണം ഈടാക്കിയിരുന്നു. ചാലക്കുടിക്ക് യാത്ര ചെയ്തവരുടെ കയ്യിൽ നിന്നാണ് കണ്ടക്ടർ പണം ആവശ്യപ്പെടുകയും പണം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തത്. ഒപ്പം യാത്ര ചെയ്ത ജനപ്രതിനിധികളടക്കം അവർ ഈ കാര്യങ്ങൾ ആരോഗ്യപ്പോൾ അല്ലെ പറഞ്ഞപ്പോൾ അതിലൊരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഉള്ളത്. എല്ലാ ബസ്സുകളിലും ഓർഡിനറി ബസ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാ സംവിധാനങ്ങളിലും, എല്ലാ KSRTCയുടെ കീഴിലുള്ള എല്ലാ ബസ്സുകളിലും യാത്രാവാഹനങ്ങളിലും ആ ഒരു സൗജന്യ യാത്ര നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSRTCയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. സംസ്ഥാനത്തുടനീളം അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ഈ വിഷയത്തിൽ നടക്കുന്നത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പോരാ ഈ സൗജന്യ യാത്ര എന്നുള്ളതാണ് അവരുടെ ആവശ്യം.
നിങ്ങൾ ഇവിടെയുള്ള സ്ത്രീകളെ, സംസ്ഥാനത്തെ സ്ത്രീകളെ വഞ്ചിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മാർച്ചാണ് BJP നടത്തുന്നത്. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം നമുക്ക് സ്ക്രീനിൽ കാണാം. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലെ മാർച്ച്, ഒപ്പം പാലക്കാടും അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീണയിലേക്ക് പോകുന്നു. വീണ സംസ്ഥാനത്തുടനീളം അതിശക്തമായ പ്രതിഷേധമാണ് BJPയുടെ നേതൃത്വത്തിൽ. സ്ത്രീകളെ വഞ്ചിച്ചിരിക്കുകയാണ് UDF സർക്കാർ. എന്താണ് അവർ പറഞ്ഞത്? അതായത് കോഴിക്കോട് മാർച്ച് അക്രമാസക്തമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസ് അവരെ നേരിടുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ, കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ പ്രവർത്തകരെ നേരിടുകയാണ് പോലീസ്. UDF സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെയാണ് പ്രതിഷേധം അലയടിക്കുന്നത്. അനഖയിലേക്ക് പോകുന്നു. അനഖ, അവിടെ എന്താണ്? മാർച്ച് തടയുകയാണോ പോലീസ്? അവരെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? പ്രതിഷേധ മാർച്ചാണ് തീർച്ചയായും അതായത് ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് BJP പ്രവർത്തകർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിൽ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളും നടക്കുകയാണ്. പ്രതിഷേധക്കാരെ പോലീസ് ഈ KSRTC സ്റ്റാൻഡിൽ പ്രവേശിപ്പിക്കാതെ പകുതി വെച്ച്, വഴിയിൽ വെച്ച് തടയുന്നൊരു സാഹചര്യമുണ്ട്. വലിയ പ്രതിഷേധമാണ് BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം അത് ന്യായമാണ്. ആ ന്യായമായ ആവശ്യത്തെ പോലും തള്ളിക്കളയുകയാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ഈ BJP പ്രവർത്തകർ ഇവിടെ ഈ KSRTC ബസ് കടന്നു പോകുന്ന ഒരു വഴിയാണ്. ഈ വഴിയിൽ ഇന്നുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള പ്രതിഷേധത്തിലുണ്ട് എന്നുള്ളതാണ്. BJP കോഴിക്കോട് സിറ്റി ജില്ലയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് ഈ പ്രതിഷേധത്തിലുണ്ട്. അതാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ പ്രദേശത്ത് BJP പ്രവർത്തകർ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കാനുള്ള നീക്കമാണ്. KSRTC ബസ് ഇതുവഴി KSRTC ബസ് കടത്തിവിടില്ല എന്ന് കൂടി ഈ പ്രതിഷേധക്കാർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നേരത്തെ കണ്ടത്. അവിടെ പോലീസ് പ്രതിഷേധക്കാരെ തടയുന്നു. എന്തായാലും സ്റ്റാൻഡിനടുത്തുള്ള ബസ് കടന്നു പോകുന്ന വഴിയിൽ ആണ് ഇപ്പോൾ പ്രതിഷേധം എന്നുള്ളതാണ്. എന്തായാലും ഈ UDF സർക്കാർ നടത്തിയ വാഗ്ദാന ലംഘനത്തിനെതിരെയാണ് അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത്. അതായത് ജനങ്ങൾ അങ്ങോട്ടേക്ക് പോയി ചോദിച്ചതല്ല, അവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ടല്ല കാത്തു നിൽക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് എന്താണ്, നിങ്ങൾ നൽകിയ വാഗ്ദാനം എന്താണ്, അത് നടപ്പിലാക്കൂ എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. വീണയിലേക്ക് പോകുന്നു. വീണ അതിശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം അലയടിക്കുന്നുണ്ട്. കോഴിക്കോട് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. എന്തായാലും തലസ്ഥാനത്ത് എന്താണ് നിലവിലത്തെ സാഹചര്യം? അതായത് എന്താണ് ഇവർ നടത്തിയ വാഗ്ദാനമല്ലേ അത്? അതായത് സ്ത്രീകളോട് കാണിക്കുന്ന കൊടും വഞ്ചനയല്ലേ അത്? രാഖി, തീർച്ചയായും അത് തന്നെയാണ്. ഒരു വാഗ്ദാനം നൽകി അധികാരത്തിലേറുന്നു. ആ വാഗ്ദാനം പാലിക്കപ്പെടുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ ചുരുക്കി മാത്രം, അതായത് പരിമിതപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ എങ്ങനെയാണ് സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുക എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാൻ UDF സർക്കാരിനോ മുഖ്യമന്ത്രി VD സതീശനോ ഗതാഗത മന്ത്രി CP ജോണിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ കപട വാഗ്ദാനം നൽകി ഈ പദ്ധതി നടപ്പാക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷണ ഓട്ടം മാത്രമാണ് നടത്തുന്നത്. 100 ദിവസത്തെ ഒരു പരീക്ഷണ പദ്ധതിയായി അതിനെ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ തന്നെ പറയുമ്പോൾ അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അന്ന് നടത്തിയത് പരീക്ഷണ പദ്ധതി ആയിരുന്നല്ലോ എന്നുള്ളൊരു ന്യായീകരണം നിരത്തുവാൻ സാധിക്കുമെന്നുള്ള ഒരു പഴുതുകൂടി ഇട്ടതിന് ശേഷമാണ് ഇന്ന് ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഈ കപടതയ്ക്കെതിരെ, കപട വാഗ്ദാനം നൽകിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിത്ത നിലപാടിനെതിരെ തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സംസ്ഥാനത്തുടനീളം നടക്കുന്നതും. തലസ്ഥാനത്തും ആ ഒരു പ്രതിഷേധ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പ് അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു പ്രതിഷേധ മാർച്ച് തമ്പാനൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കും തന്നെ തമ്പാനൂരിലെ KSRTC ടെർമിനലിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ KSRTCയുടെ നമുക്ക് വീണിലേക്ക് എത്താം. ഇനി അരുൺ ആലത്തൂരിലേക്കാണ്. പാലക്കാട് അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട പാലക്കാട് ചിറ്റൂർ KSRTC ഡിപ്പോയിലേക്കാണ് BJPയുടെ മാർച്ച്. അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, എങ്ങനെയാണ് പ്രതിഷേധം ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്? പാലക്കാട്
ചിറ്റൂരിലാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ചിറ്റൂരിലെ KSRTC ഡിപ്പോയിലേക്കാണ് BJP പ്രവർത്തകർ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ ആ ഡിപ്പോയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു സംഭവത്തിൽ BJPയുടെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകുന്നത്, എന്നപോലെ തന്നെ പാലക്കാട് ജില്ലയിലും ഉണ്ടാകുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയിൽ ഈ പ്രതിഷേധത്തിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്. ഈ ലോക്കൽ ബസ്സുകളിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യം അനുവദിച്ചാൽ പോരാ, സൂപ്പർ ഫാസ്റ്റുകളിലും അതുപോലെ തന്നെ ഡീലക്സിലും സൂപ്പർ ഡീലക്സും ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളിലും സൗജന്യം അനുവദിക്കണം എന്നുള്ളതാണ് പ്രധാന ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത്, UDF പറഞ്ഞിരുന്നത് മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രമേശ് പിഷാരടിയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഒക്കെ ഈ KSRTC ബസ്സിൽ കയറി നിന്നുകൊണ്ട് സ്ത്രീകളോട് പറയുന്ന വീഡിയോ സഹിതം BJP ഹാൻഡിലുകളിലൊക്കെ അവർ പുറത്തുവിടുന്നുണ്ട്. കാരണം ആ വീഡിയോകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ എല്ലാ ബസ്സുകളിലും ഫ്രീ ആണ് എന്നത് മാത്രമല്ല, KSRTC സൗജന്യ യാത്ര അത് എല്ലാ വിനോദയാത്ര പോകാനും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത്. ലോക്കലുകളിൽ മാത്രം ഇങ്ങനെ സൗജന്യം നൽകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മറ്റ് ജില്ലകളിലേക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ ഒക്കെ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. കാരണം നമുക്കറിയാം ലോക്കൽ ബസ്സുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതും കൂടുതൽ ഇപ്പോൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ ഒരു വനിതയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ തന്നെ ആശ്രയിക്കണം, അതല്ലെങ്കിൽ മറ്റ് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ബസ്സുകളെ തന്നെ ആശ്രയിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ബസ്സുകളിലും സൗജന്യം നൽകുക എന്നുള്ളതാണ് BJP പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധം പാലക്കാട് ചിറ്റൂരിൽ പുരോഗമിക്കുന്നത്. പ്രതിഷേധമാണ് UDF സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ അലയടിക്കുന്നത്. എന്തായാലും കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ വ്യാപകമായ പ്രതിഷേധവുമായി BJP ഇപ്പോൾ തൃശൂരിലേക്കാണ്. തൃശൂര് KK അനീഷ് സംസാരിക്കുന്നു. തത്സമയം പോകണോ? നിങ്ങൾക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കണോ? നിങ്ങൾക്ക് ഏത് തീർത്ഥാടനത്തിന് പോകണമെങ്കിലും ചുമ്മാ കുട്ടികളെയും കൂട്ടി ബസ്സിലങ്ങോട്ട് കയറിയിരുന്നാണ് യാത്ര ചെയ്താൽ മതി. ഒരു പ്രശ്നമില്ല, ഒരു രൂപയും കൊടുക്കണ്ട. നിങ്ങൾക്ക് ടൂർ പോകണോ? തീർത്ഥാടനത്തിൽ തീർന്നില്ല. നിങ്ങൾക്ക് ടൂർ പോകണോ? നിങ്ങൾക്ക് മൈസൂർക്ക് ടൂർ പോകണോ? മൈസൂർക്ക് പോകുന്ന KSRTC ബസ്സിലൊക്കെ കയറി ഇരുന്നാ മതി. നിങ്ങൾക്ക് മൂന്നാറിൽ പോകണോ? നിങ്ങൾക്ക് വാഗമണ്ണിൽ പോകണോ? നിങ്ങൾക്ക് വയനാട്ടിൽ പോകണോ? KSRTC ബസ്സിലൊക്കെ കയറിയാ മതി. ടിക്കറ്റ് വേണ്ട, പണവും വേണ്ട. പോയി ടൂർ എല്ലാ ആഴ്ചയും പോയി ടൂർ ചുറ്റിയടിച്ചങ്ങോട്ട് വരാം. ഇത്രയൊക്കെ മധുരമനോഹരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുത്താൽ ഏത് മലയാളിയാണ് വോട്ട് ചെയ്യാത്തത്? സൗജന്യമായി ചുണ്ണാമ്പ് കിട്ടിയാൽ വരെ തിന്നുന്ന മനുഷ്യന്മാരാണ്. മധുരമായിട്ടുള്ള എന്തൊരു വാഗ്ദാനമായിരുന്നു. പാവപ്പെട്ടവർ ചിന്തിക്കുകയാണ്, എത്ര കാലത്ത് ആഗ്രഹമാണ് ആറ്റുകാലമ്മയ്ക്ക് ഒരു പൊങ്കാലയിടാൻ. സാമ്പത്തിക പരിമിതി മൂലം ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാവരെയും കൂട്ടി ആറ്റുകാല് പോയി പൊങ്കാലയിട്ട് വരാം. എല്ലാ മാസവും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയെ തൊഴുതു വരാം. ഇനി തിരുവനന്തപുരത്തുകാർക്ക് കാസർഗോഡുകാരൊക്കെ ആണെങ്കിൽ ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പുണ്യമാറിയുണ്ടോ? കോൺഗ്രസ് അധികാരത്തിൽ വന്ന എല്ലാ ആഴ്ചയും തിരുവനന്തപുരത്തുകാർക്കും കാസർഗോട്ടുകാർക്കും കണ്ണൂരുകാർക്കും സൗജന്യമായി KSRTCയിൽ വന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു പോകാം. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് മൂന്നാർ ഒന്ന് കാണുക, വാഗമണ്ണൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നം മാത്രമാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താ സുഖല്ലേ? അവിടേക്കുള്ള KSRTC ബസ്സുകളിൽ കുടുംബസമേതം ശനിയാഴ്ച അങ്ങോട്ട് കയറാം, എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാം. എന്റെ സതീശ, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരാ, നാണമില്ലാത്തവരെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഏത് KSRTC ബസ്സിലാണ് നിങ്ങൾ പറഞ്ഞ ഈ തീർത്ഥാടനം നടത്താൻ സാധിക്കുക? നിങ്ങളിപ്പോ കൊടുത്ത ഈ സൗജന്യം വെച്ച് ഏത് KSRTC ബസ്സിലാണ് ആറ്റുകാല് പോകാൻ സാധിക്കുക? ഏത് ബസ്സിലാണ് പത്മനാഭസ്വാമിയെ കാണാൻ പോകാൻ സാധിക്കുക? മുത്തപ്പനെ കാണാൻ പോകാൻ സാധിക്കുക? നിങ്ങളൊന്ന് പറ. 20-25 കിലോമീറ്റർ മാത്രം ദൂരപരിധിയില്ല ഓർഡിനറി ബസ്സുകളിൽ കയറി എങ്ങനെ തീർത്ഥാടനം നടത്താൻ സാധിക്കും? ആ വിദ്യ നിങ്ങളൊന്ന് പറഞ്ഞതാ. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് KSRTC എടുത്താൽ മാക്സിമം ഓർഡിനറി ചാലക്കുടി വരെ പോകാം.
അതല്ലെങ്കിൽ ഗുരുവായൂർ വരെ പോകാം. ശരിയാണ്, ഗുരുവായൂർ തീർത്ഥാടനത്തിന് തൃശ്ശൂർക്കാർക്ക് പോകാം. അതിനിപ്പോ നിങ്ങളുടെ ഔദാര്യ സൗജന്യം ഒന്നും ആവശ്യമില്ല. ഇവിടുന്ന് 10-15 ഉറുപ്പ്യ കൊടുത്താൽ ഗുരുവായൂർ എത്താം. അതിന് നിങ്ങളുടെ സൗജന്യം ആവശ്യമില്ല. സതീശ ഏത് KSRTC ബസ്സിൽ കയറിയാണ് സർക്കാരിനെതിരെ BJPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധ മാർച്ച് അലയടിക്കുന്നു. തിരുവനന്തപുരത്ത് കർമ്മന ജയൻ സംസാരിക്കുന്നു. തത്സമയം മാത്രമേ സൗജന്യ യാത്രയുള്ളൂ എന്നാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അവർ ചീറ്റ് ചെയ്തിരിക്കുകയാണ്, പറ്റിച്ചിരിക്കുകയാണ്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് വനിതകളുടെ നേതൃത്വത്തിൽ BJP ഇവിടെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ മറക്കണ്ട, സ്ത്രീ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ UDF സർക്കാർ നടത്തിയ വലിയ വാഗ്ദാനം, ആ വാഗ്ദാന ലംഘനമാണ് നടന്നിരിക്കുന്നത്. ആ ലംഘനത്തിനെതിരെയാണ് തലസ്ഥാനത്ത് നിന്ന് തത്സമയം സുരേഷ് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ അവർകൾ, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വനിതാ നേതാക്കന്മാരെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂന്തറ ശ്രീകുമാർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൗൺസിലറുമായിട്ടുള്ള ശ്രീ പാപ്പനംകോട് സജി, മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന് കേരളത്തിലെ വനിതകളെ മുഴുവൻ തന്നെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന, ചതിച്ചിരിക്കുന്ന, വഞ്ചിച്ചിരിക്കുന്ന VD സതീശനും അതോടൊപ്പം തന്നെ UDF സർക്കാരിനുമെതിരായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ്. VD സതീശൻ സർക്കാർ വരുന്നതിന് മുമ്പ് മാനിഫെസ്റ്റോ എന്ന നിലയിൽ പുറത്തിറക്കിയത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTCയുടെ എല്ലാ ബസ്സിലും എവിടെ പോകാനും, അത് കോളേജിൽ പോകാനാണെങ്കിൽ, സ്കൂളിൽ പോകാനാണെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിൽ പോകാനാണെങ്കിൽ, മറ്റെന്തെങ്കിലും സന്തോഷ ടൂറ് പോകാനാണെങ്കിൽ എല്ലാത്തിനും എല്ലാ സ്ത്രീകൾക്കും എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര നൽകുമെന്നാണ് VD സതീശൻ കേവലം പത്രസമ്മേളനത്തിലല്ല KSRTC ബസ്സുകളിൽ കയറിയിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും വിചാരിച്ചു ഈ VD സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി അവരോധിതനായാൽ അടുത്ത നിമിഷം മുതൽ കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് കേരളത്തിൽ എവിടെയും KSRTCയിൽ യാത്ര ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് മാത്രമല്ല, അന്ന് VD സതീശനും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് മെയ് മാസം 15 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ആ 15-ാം തീയതി മുതൽ ഞങ്ങളിത് നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. ആ 15-ാം തീയതിക്കുള്ളിൽ മുസ്ലിം ലീഗിൻ്റെ അടിമയായിട്ട് മാറിയ VD സതീശന് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക് കാരണവും 15-ാം തീയതിക്കുള്ളിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 15-ാം തീയതിക്കുള്ളിൽ എന്ന അവരുടെ ആദ്യത്തെ വാക്ക് അവർക്ക് പാലിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായിട്ടുള്ള യാത്ര എന്നത് ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ KSRTC ബസ്സിലും സൗജന്യമായിട്ടുള്ള യാത്ര എന്ന നിലയിലുള്ള പ്രഖ്യാപനം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. എക്കാലത്തും KSRTCയിൽ സൗജന്യ യാത്ര എന്നുള്ളതും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ VD സതീശനും CP ജോണും പറയുന്നത് 100 ദിവസത്തേക്കാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. 100 ദിവസം കൊണ്ട് ഞങ്ങളൊന്ന് പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം ഇത് തന്നെ വേണമോ എന്ന് ആലോചിക്കാമെന്നാണ് ഇവിടുത്തെ VD സതീശനും അതോടൊപ്പം തന്നെ മന്ത്രി CP ജോണും പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പച്ചയായൊരു തട്ടിപ്പാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് ഇങ്ങനെ മനുഷ്യന് നടപ്പാക്കാൻ സാധിക്കാത്ത മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് എക്കാലത്തും ജനങ്ങളെ പറ്റിച്ചിട്ടുള്ളതിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പ് പരിപാടിയാണ്
വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഈ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതിന്റെ പേരിൽ ഇന്ന് നടത്തിയിരിക്കുന്നത്. ആ തട്ടിപ്പിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള പ്രിയദർശിനി, ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പ് പ്രിയദർശിനി തട്ടിപ്പ് എന്ന പേരിൽ ഇന്നു മുതൽ കുപ്രസിദ്ധമാകും എന്നിവിടുത്തെ വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പ്രിയദർശിനി തട്ടിപ്പ് നടത്തിയ വി.ഡി. സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിലെ സ്ത്രീകൾ ഇപ്പോൾ തന്നെ തെരുവിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെയും മഹിളാ മോർച്ചയുടെയും നേതൃത്വത്തിലുള്ളവർ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച സമരപ്രകാരമാണ് ഇന്ന് വന്നതെങ്കിൽ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും അതോടൊപ്പം തന്നെ കിഴക്കേക്കോട്ടയിലും കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിലും മുഴുവൻ സാധാരണ സ്ത്രീകൾ വി.ഡി. സതീശനെതിരായിട്ടുള്ള സമരാജ്ഞി ഇവിടെ കൊളുത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ആളിപ്പടരും. വി.ഡി. സതീശന്റെ ഈ ജനവഞ്ചനയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വഞ്ചന മാത്രമല്ല, ചതി മാത്രമല്ല, തട്ടിപ്പും പരിപാടിയും വി.ഡി. സതീശൻ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രിയദർശിനി പദ്ധതിയുടെ പേരിൽ തട്ടിപ്പും ഉഡായിപ്പ് പരിപാടിയും കൂടെ വി.ഡി. സതീശൻ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയും മെനിഞ്ഞാന്നും KSRTC-യിൽ INTUC തൊഴിലാളികൾക്ക് മുഴുവൻ ഓവർ ടൈമാണ്. അവർക്ക് മുഴുവൻ തന്നെ ഒരു ഫ്ലക്സ് പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കാണുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ ബസ്സുകളിലും സൂപ്പർ ഫാസ്റ്റ്, അതോടൊപ്പം തന്നെ ഫാസ്റ്റ് പാസഞ്ചർ എന്നൊക്കെയുള്ള സിറ്റി ഫാസ്റ്റ് പോലെയുള്ള ഫ്ലക്സുകൾ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് INTUC-കാരന്മാരും കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി നടന്ന് ഓർഡിനറി ബസ്സുകളിൽ മുഴുവൻ തന്നെ ഫ്ലക്സ് ഒട്ടിക്കുകയാണ്. ചില ബസ്സുകളിൽ ഒട്ടിക്കുന്ന ഫ്ലക്സ് സൂപ്പർ ഫാസ്റ്റ് ഫ്ലക്സ് ആണ്, ചില ബസ്സുകളിൽ ഒട്ടിക്കുന്നത് സിറ്റി ഫാസ്റ്റ് ഫ്ലക്സ് ആണ്. അങ്ങനെ ഇന്ന് കേരളത്തിൽ ഓർഡിനറി ബസ്സുകൾ ഒരുമാതിരി സിംഹവാലൻ കുരങ്ങ് നാമാവശേഷമാകുന്നത് പോലെ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്നത്തോടുകൂടി കേരളത്തിൽ ഓർഡിനറി ബസ്. എന്തിനു വേണ്ടിയാ ഈ ഉഡായിപ്പ് പരിപാടി വി.ഡി. സതീശൻ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്യുന്നത്? വി.ഡി. സതീശൻ നടത്തിയ കൊടും വഞ്ചനയ്ക്കെതിരെ, സ്ത്രീകളോട് കാട്ടിയ വഞ്ചനയ്ക്കെതിരെയാണ് BJP-യുടെ അതിശക്തമായ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയതാണ്. പക്ഷേ കസേരയിൽ ഇരുന്നപ്പോൾ എല്ലാം അങ്ങ് മറന്നുപോയി. ഓർഡിനറി ബസ്സിൽ മാത്രമായി സൗജന്യ യാത്ര. ഇപ്പോൾ ഓർഡിനറി ബസ് പോലും കാണാനില്ല എന്നുള്ളതാണ്. പുതിയ തരം ഫ്ലക്സുകളൊക്കെയാണ്, സിറ്റി ഫാസ്റ്റ്, സിറ്റി റൈഡ്, അങ്ങനെ പലതരത്തിലുള്ള ഫ്ലക്സുകളൊക്കെ ഒട്ടിച്ച് ബസ്സിനെ തന്നെ ആകെ മാറ്റി ഈ വാഗ്ദാനത്തിലും വെള്ളം ചേർക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ്. BJP അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.